ഗൈസ്, അപ്പോൾ ഈ ആഴ്ചത്തെ ലാലിഗ മാച്ച് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുക, റയൽ മാഡ്രിഡ് ആണെങ്കിൽ ഒസാസുനക്കെതിരെ 2-1 പറഞ്ഞ ഒരു സ്കോർ ലൈനിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. സോ ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ലൈനപ്പ് വന്നപ്പോൾ തന്നെ എന്താ പറയുക, മിഡ്ഫീൽഡും ഫോർവേഡൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഡേവിഡ് അലാബയും അസൻസിയും സ്റ്റാർട്ട് ചെയ്യണം കണ്ടപ്പോൾ തന്നെ ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ ദിവസമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നടന്നു. കാരണം മാച്ചിലേക്ക് റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുക, അറ്റാക്കൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് ആണെങ്കിൽ ഒരു സിങ്കും ഇല്ലായിരുന്നു. എന്താ പറയുക, ഒരുപാട് മിസ് പാസുകളൊക്കെ വരുത്തിയൊരു കളിയായിരുന്നു. സോ എന്താ പറയുക, അത് കാരണം തന്നെ എന്താ പറയുക, ഒസാസുനക്ക് ഒരുപാട് ചാൻസ് ക്രിയേഷനും എന്താ പറയുക, ഒരുപാട് ഷോട്ടുകൾ അവർക്ക് എടുക്കാൻ പറ്റി. ഷോട്ടിൻ്റെ സ്റ്റാറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, റയൽ മാഡ്രിഡ് 15 ഷോട്ടും ഒസാസുന 13 ഷോട്ടുമാണ് എടുത്തിരിക്കുന്നത്. സോ ഒസാസുന അത്യാവശ്യം കിടിലമായിട്ടാണ് ഈ ഒരു മാച്ച് കളിച്ചത്. ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും വിനീഷ്യസ് ജൂനിയർ അടിപൊളിയായിട്ട് കളിച്ചൊരു മാച്ചായിരുന്നു. പക്ഷേ ആ ഡിഫൻസ് ലൈനിൽ എന്താ പറയുക, ഡേവിഡ് അലാബയും അസൻസിയോക്ക് പകരം എന്താ പറയുക, ഇവരിൽ ഏതെങ്കിലും ഒരു കളിക്കാർക്ക് പകരം റുഡിഗർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ എന്താ പറയുക, റയൽ മാഡ്രിഡ് കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നേനും. എന്തായാലും എന്താ പറയുക, പോയിന്റ് നഷ്ടമായി. ഇനിയിപ്പോൾ ബാർസലോണ അടുത്ത കളി ജയിച്ചാൽ ബാർസലോണ ലാലിഗയിൽ ഫസ്റ്റ് ആവും. സോ റയൽ മാഡ്രിഡിന് എന്താ പറയുക, ഇനിയുള്ള മാച്ചൊക്കെ വിജയിച്ചാൽ അല്ലെങ്കിൽ എൽ ക്ലാസിക്കോ വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ഒരു ടേബിളിൽ മുന്നിലെത്തണമെങ്കിൽ. സോ ഈ ഒരു മാച്ച് വീക്കിൽ റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.